നീ ചെമ്പ് തെളിഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കേരളത്തിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയ മലപ്പുറത്ത് നിന്നെത്തിയ കുറച്ച് യുവാക്കളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം തിരുവനന്തപുരം. ഇങ്ങോട്ടേക്ക് ഇത് അറിഞ്ഞുകൊണ്ടെത്തിയാണ്. അത് ഞങ്ങൾ കസോൾ യാത്രക്കായിട്ട് വന്നതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നേ. നേരെ തിരിച്ച് വണ്ടി തിരിച്ച് ഞങ്ങൾ കസോളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ട്രിപ്പ് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കായിട്ട് വന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടോ? നമ്മളിങ്ങനെ ഒരു സംഭവം നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പങ്കെടുക്കണ്ടേ. ഇതിലും വലിയ കാരണം എന്താണ് നമുക്ക് നമ്മുടെ ട്രിപ്പിനെക്കാരും വലിയ കാര്യമില്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾ കുറെ നാളെ കൊണ്ട് പ്ലാൻ ചെയ്തായിരുന്നു? വെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാണ്. ട്രിപ്പ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു? നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. എന്താണ് ഈ പ്രതിഷേധം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുകൂടെ? നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നുള്ള അറിയാം. ഇവിടെ നിങ്ങൾ ചന്ദ്രമന്ദന്റെ പ്രതിഷേധ വേദി എത്ര നേരമായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ? ഏകദേശം ഒരു ഉച്ച ടൈമിൽ വന്നു. എന്താ നിങ്ങൾക്ക് തോന്നിയത്? നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കോ? അങ്ങനെ തോന്നിച്ചാൽ നമുക്ക് വലിയൊരു പറയാൻ പറ്റായിട്ടുള്ള ഒരു ഒന്നും കിട്ടിയിട്ടില്ല. എന്താ തോന്നിയത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ഇത് എന്താ പറയാ പറഞ്ഞുക എനിക്ക് പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലേക്കായിട്ട് വന്നത്. അത് മിക്കവാറും നമ്മളെ ചോദ്യം ചോദിക്കുക തന്നെ വേണം. അത്രയേ ഉള്ളൂ. അതിന്റെ മേലേക്ക് വേറെ വർത്താനൊന്നുമില്ല. ഇനിയിപ്പോ അത് തല്ലാണെങ്കിൽ തല്ല്, അത്രയേ ഉള്ളൂ. ഇനി വേറെ അതിന്റെ മേലേക്ക് ഒന്നുമില്ല. കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിഷേധം. സർക്കാരിൽ അതിന്റെ മേളത്തെ സർക്കാരാണെങ്കിലും അത്രയേ ഉള്ളൂ. വലിയ ഐക്യദാർഢ്യം. അത് മലപ്പുറത്ത് നിന്നുള്ള യുവാക്കൾ കസോട് ചെയ്യും. നിരവധി മലയാളികൾ ജന്തർമന്ദറിലേക്ക് എത്തുന്നുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ നിന്നെത്തിയ ഒരു സംഘം കുട്ടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. എന്ന് വന്നതാ? 5 ദിവസമായി. പ്രതിഷേധത്തിനൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്താ തോന്നുന്നത് ഇവിടെ വന്നതൊക്കെ കാണുമ്പോൾ? എന്താ മനസ്സിലാവുന്നത്? സപ്പോർട്ടിന് കുറെ ആൾക്കാരുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ആവശ്യമാണ്. ജനറേഷന് ആവശ്യമാണ്. ആണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഈ കൊല്ലം BJPക്ക് നമ്മളായിട്ട് 3 സീറ്റ് കിട്ടി. കൂടുതലോറും നമ്മളെ നാട്ടിലെ അവസ്ഥ തന്നെ ആവും. ഒന്ന് ചിന്തിക്കുക, എല്ലാരും ഒന്ന് ചിന്തിക്കുക, ഭരണത്തിലുള്ളവരും ചിന്തിക്കുക. പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ ഓട്ടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഇത് ഭയങ്കര ഹരാടാ. കയ്യിലോട് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത് എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമല്ല അവിടെ കേരളത്തിൽ നിന്ന്. അപ്പളാ വള്ളി വന്ന്. ഇതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവും. എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ട് ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ പോകത്തുന്നറിയാം. ഒരു ആഴ്ച മുമ്പ് ഞാൻ നാട്ടിൽ വരെ ടർഫ് കളിച്ചിട്ട് കുണ്ടിത്തി വീണ്. അവിടെ എല്ലാം കുത്തിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേ മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ആലോചിക്കാൻ ഞാൻ അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. അഥവാ ആരെങ്കിലും ഇതാ അവിടെ നോക്കിക്കുന്നതാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കഴിയില്ല പറ്റൂ. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ തിരി. എടാ കയ്യിലൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കഴിഞ്ഞ നേപ്പാൾ, അതിന് മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന് മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? അപ്പൊ പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിന്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ നിങ്ങൾക്ക് അറിയില്ല, മറ്റേ കൊല്ലക്കാരമായി അടിച്ചിട്ട് ഓരോരുത്തർ പോലീസുകാരുണ്ടോ ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെ ഒക്കെ പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ ഇടാണ്ടിട്ട് ആകെ ചോല കൊളിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മൾ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ. ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസ് വലുതാപ്പും കൂടി ഞങ്ങൾ 3 ആൾ ഒരു PN ഗേറ്റ് ഒക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കുന്നത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജെൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കാനേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന് മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കാൻ അവിടെ മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ. അങ്ങനത്തെ പല സീന് വരാണ്ടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ച കൂടി കേട്ടെ ഇതൊന്ന് മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല. അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ടിരിക്കണം. അറിയോ എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ. എന്തായാലും സാധനം തീരാഞ്ഞാൽ മതിയേനെ. അങ്ങനല്ല സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതൊക്കെ തോന്നണേ. ഫസ്റ്റ് തന്നെ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാല് ഇന്നലെ ഞാൻ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിനി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ലീഗൽ അഡ്വൈസർ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. പക്ഷെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ഇറങ്ങി ആകെ വൈറലായി, മൊത്തത്തിൽ ഇതായി പ്രശ്നമായി. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, ആ വീഡിയോ ഞാൻ ഇട്ടത് ഇന്ത്യയിൽ ഒരു തെറ്റ് പറ്റിപ്പോയി. ഇന്ത്യയിലെ തെറ്റാണ്, എന്റെ തെറ്റാണ്. ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അപ്പത്തെ എന്തോ ഒരു ആവേശത്തില് എന്തോ നമ്മളിപ്പോ വണ്ടി അടിച്ചാൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയില്ല. അതേമാതിരി എങ്ങനെ ഞാൻ സാധാരണ വീഡിയോ ചെയ്യാനാണ്. പക്ഷെ അപ്പൊ എങ്ങനെ എന്താ ഞാൻ പറഞ്ഞതെന്ന് എനിക്കൊരു ഇതുമില്ല, അറിയാതെ പറ്റിപ്പോയി. അപ്പൊ അതിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കേസ് കൊടുത്ത്, ഒരുപാട് ആൾക്കാർ മറ്റേ ഡൽഹി പോലീസിനെ മെൻഷൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാണി. കാരണം എന്താ വെച്ചാല് നമ്മൾ കേരളക്കാരല്ലടാ. ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ. ഞാൻ എന്തെങ്കിലും ഞാൻ മതകീയമായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യലുണ്ട്, രാഷ്ട്രീയമായിട്ട് ഞാൻ ആരെയും കളിയാക്കലില്ല. ഞാൻ എന്റെ വ്ളോഗ് ഇടലുണ്ട്, പിന്നെ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ റിയാക്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യലുള്ളൂ. അല്ലാതെ ഞാൻ എന്റെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് പറയണത്. മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാപ്പ് പറയണത്. സോഷ്യൽ മീഡിയയിൽ ചെയ്തൊരു തെറ്റാണ്. അത് ഞാൻ തിരുത്തി ഡിലീറ്റ് ചെയ്തിന് 5 മിനിറ്റിന്റെ ഉള്ളിൽ. പക്ഷെ അത് സ്പ്രെഡ് ആയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ സോറി പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ പേര് OK അനാഷ് എന്നാണ്. ഇതിന്റെ ശരിക്കത്തെ പേര് മുഹമ്മദ് അനസ് എന്നാണ്. ഞാൻ ആ പേര് പോലും ഞാൻ ഇതിലിടല്ലേ. കാരണം എന്താ വെച്ചാല് നമ്മളെ വീഡിയോ എന്നുള്ള എല്ലാവരും കാണുന്നതാണ്. കുറെ ആൾക്കാർ രാജ്യദ്രോഹി, തീവ്രവാദി, സുഡാപ്പി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതൊക്കെ പാടെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളെ മാനസിക നല്ല തെറ്റുണ്ടടാ.
നമ്മള് മെന്റലി ഇനി എന്താ ചെയ്യാ, അങ്ങനെ മേലക്ക് ആലോചിക്കുക. കാരണം എന്താ വെച്ചാല് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ മെസ്സേജ് അയക്കുക, കോള് ഇന്നിപ്പോ 1000 കോള് വന്നതേക്ക് ഓലൊക്കെ വിളിക്കുന്നതാണ് തീവ്രവാദി, സുഡാപ്പി, അങ്ങനെ. അപ്പൊ നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറുക, ഇനിയിപ്പോ മരിച്ചാലോ, അങ്ങനത്തെ തോട്ട് വരിക നമ്മളെ മൈൻഡിക്ക്. അപ്പൊ ദയവേത് അങ്ങനല്ല, ഞാനെന്താ വെച്ചാല് സോറി പറയാണ്, കാരണം തെറ്റുപറ്റിപ്പോയി. നമ്മൾ കേരളക്കാരല്ലടാ, നമുക്ക് ക്ഷമിച്ചൂടെ. നമ്മള് ചിലപ്പോ ഇതിൽ നിങ്ങള് എനിക്കൊരു പാർട്ടിയും ഇല്ല. നമ്മള് UDF, LDF, ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഏതെങ്കിലും പാർട്ടിനെ കുറ്റം പറയണേ, എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നല്ലാതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ല. അപ്പൊ നിങ്ങൾ അങ്ങനൊന്നും ഇത് വെക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ നാഷണൽ വള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ്. അങ്ങോട്ടേക്കൊക്കെ മെൻഷൻ പോയി അങ്ങനെ വീഡിയോ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. കാരണം എന്റെ ഒരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പറഞ്ഞില്ലേ, സോറി. ഇനി ഇങ്ങനത്തെ ഇതുപോലത്തെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ചെയ്യണമില്ല, ഒന്നും ഇതാക്കണമില്ല, നിർത്തി. കാരണം എന്താ വെച്ചാല് ആകെ മെന്റലിടാ, ആകെ ഒരു സുഖം കിട്ടില്ലടാ, ഭയങ്കരടാ. അപ്പൊ എല്ലാരോടും സോറി. ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ തൊടൂലടാ, സോറി. അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam, even Solomon Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. ഇല്ല, ഞാൻ ഓൺലൈനിലൂടെ ആയിരുന്നു അറിയുന്നത്. അതായത് ഇതിനെ പിന്തുണയ്ക്കാതെ ഇരിക്കുന്നവന്മാർ മണ്ടന്മാരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ ജസ്റ്റിസ്, ഫോർ ലൈക്ക് ഈവൻ ഇത്ര അട്ടിക്കുള്ള പ്രൂഫാണ് അഗേൻസ്റ്റ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോർഡിനൊക്കെ ആയിട്ട് വന്നത്. എന്നിട്ട് സ്റ്റിൽ ദേ ആർ റൂളിംഗ് us. That's not justice. This government should fall down or it will fall down unless they serve justice to the people. Like നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മളെ കടിക്കുന്ന ഒരു പട്ടീനെ വാങ്ങേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതായത് they should, you have to rule, then rule better way. ഇതിവിടെ മനുഷ്യന്മാര് വളരെ ബാഡ് ക്വാളിറ്റി ഓഫ് ഗവേണൻസ് ആണ്. And obviously stressed out ആണ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്ട്രെസ്ഡ് ഔട്ട് ആണ്. As we all know that ഒരുപാട് കാലങ്ങളായിട്ട് സെയിം മാറാത്ത കാര്യങ്ങളൊന്നും ഒബ്വിയസ്ലി എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. ഇപ്പൊ കണ്ടത് മാമരമ മുക്കി. ശരിയാണ്, അതിപ്പോ അവിടെ കാണാനില്ല.